എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. 2026 ജാനുവരി തൊട്ട് രേവതി നക്ഷത്രക്കാരുടെ ഫലമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായി രേവതി നക്ഷത്രക്കാർക്ക് എന്നെ ഫോൺ വിളിക്കുമ്പോൾ ഒറ്റ ഒരു കാര്യം കൂടുതലായിട്ട് പറയാനുള്ളത് ജോലിയിൽ ഉള്ള തടസ്സങ്ങളും പിന്നെ സാമ്പത്തികവും കടബാധ്യതകളൊക്കെ. അതിനൊക്കെ പരിഹാരമായിട്ട് 2026 രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പോകുമ്പോഴത്തേക്ക് മറ്റുള്ള നക്ഷത്രക്കാരെ പോലെയല്ല, ഇവർക്ക് സാമ്പത്തിക ലാഭവും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും നല്ല രീതിയിലുള്ള ജോലിയിൽ മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷവും കൂടെയാണ് രേവതി നക്ഷത്രക്കാരെ കുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോലിക്ക് പോകാതെ എത്ര ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളും ചെയ്യാതെ പൈസ വരത്തില്ല. അതേപോലെ തന്നെ അസുഖം വന്നാൽ കൃത്യമായ രീതിയിൽ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിക്കണം. ദോഷവും കണ്ടാണ് അസുഖം വരുന്നതെന്ന് പറഞ്ഞ് വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കുന്നവരൊക്കെ എന്താ പറയുക, മണ്ടന്മാരാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെക്കുവാണെങ്കിൽ, നമ്മൾ ഈ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതായത് ജോലിയിലുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെറിയ ചെറിയ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാതെ ജോലിക്ക് പോകാതെ ഒരിക്കലും നമ്മളെ തേടി പൈസ വരത്തില്ല. നമ്മൾ കർമ്മം ചെയ്യുക, കർമ്മം ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് നല്ല ഫലങ്ങൾ കിട്ടും. അതിൽ ഉണ്ടാകുന്ന നെഗറ്റീവപരമായ തടസ്സങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യേണ്ട വഴിപാടുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത്, സാലറി കിട്ടുന്ന സമയത്ത് രേവതി നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ ഉണ്ടാകില്ല. അതേപോലെ തന്നെ അനാവശ്യമായ പണച്ചെലവുകളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കടബാധ്യതകൾ നീങ്ങിപ്പോകാൻ വേണ്ടി. കടബാധ്യതകൾ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ജോലിയിൽ ശമ്പളം കൂടണം. നമ്മുടെ ഈ പൈസ കിട്ടിയെങ്കിൽ മാത്രമേ കടം മേടിച്ചവർക്ക് നമുക്ക് വീട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീടിനെ സംബന്ധിച്ച് ഒരു വീട്ടിൽ പല കാര്യങ്ങൾക്കും പൈസ ആവശ്യമാണ്. പാല്, പത്രം, അതേപോലെ തന്നെ കേബിൾ ചാർജ്, ഫോൺ റീചാർജ് ചെയ്യുന്ന, നമുക്ക് കല്യാണം എന്തെങ്കിലും ആവശ്യങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് തന്ന പോലെ അവിടെയും പൈസ കൊടുക്കണം. അപ്പോൾ പല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് പൈസ വേണം. അപ്പോൾ ഒരു ഗ്രഹനാഥന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊന്ന് മുന്നോട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് അനാവശ്യപരമായ ഹോസ്പിറ്റൽ കേസുകൾ, നമ്മുടെ വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ചീത്തയാകുക, അങ്ങനെയൊക്കെ പോകുമ്പം നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് അതിന് ചെലവഴിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾക്ക് എന്ത് പറ്റും? സാമ്പത്തികം തികയത്തില്ല. അങ്ങനെ നമ്മൾ പല പല ആൾക്കാരുടെ കയ്യിൽ നിന്നും കടം മേടിക്കുമ്പം ഈ സാലറി കിട്ടുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യും? കടങ്ങൾ കൂടത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലെ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭം വരാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ പറയേണ്ട വഴിപാടെന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും മിക്ക ക്ഷേത്രത്തിലും നവഗ്രഹങ്ങളുണ്ട്. അപ്പോൾ രേവതി നക്ഷത്രക്കാർ ജനുവരി മാസം തൊട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി 9 നവഗ്രഹങ്ങൾ സെറ്റ് മേടിക്കുക. അതായത് നവഗ്രഹ ഉടയാട കിട്ടും. അത് പൂജാക്കടയിലൊക്കെ കിട്ടും. നവഗ്രഹമുള്ള അമ്പലത്തിലൊക്കെ ചിലപ്പം ആ സ്റ്റാളിൽ മേടിക്കാൻ കിട്ടും. ദേവസ്വം സ്റ്റാളിലൊക്കെ നവഗ്രഹ ഉടയാട മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 9 പ്രദക്ഷിണം വെച്ച് ഈ 9 തവണ നമ്മൾ തലക്കൊഴിയണം. ഉടയാട നമ്മൾ സങ്കല്പിച്ച് തലയ്ക്കൊഴിഞ്ഞ് നമ്മൾ 9 പ്രദക്ഷിണം കൂടെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ നടക്കി വെക്കാൻ വേണ്ടി. തലയ്ക്കൊഴിഞ്ഞെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഒഴിയുമെങ്കിൽ ഒഴിയാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നുള്ളൂ. അപ്പോൾ എന്തായാലും 9 പ്രദക്ഷിണം വെക്കണം. ഈ പ്രദക്ഷിണം വെച്ചിട്ട് തിരുമേനിയോട് പറഞ്ഞ് നമ്മൾ ചീട്ടെടുത്ത് നവഗ്രഹ അർച്ചന ചെയ്യുക. അപ്പോൾ രേവതി നക്ഷത്രക്കാർ നവഗ്രഹ അർച്ചന ചെയ്യുന്നത് കൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ സാമ്പത്തിക നഷ്ടങ്ങൾ വരില്ല, സാമ്പത്തിക ലാഭം. അതായത് 2027 വരെ രേവതി പക്കപ്പിറന്നാൾ തോറും രേവതി നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചന ചെയ്യണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ജോലിക്ക് പോകുന്ന രേവതി നക്ഷത്രക്കാർ ഈ പറയുന്ന വഴിപാടുകളെല്ലാം ഞായറാഴ്ച ദിവസം ചെയ്താൽ മതി. അതേപോലെ രേവതി നക്ഷത്രക്കാർക്ക് 2026 ജാനുവരി തൊട്ട് നിലവിൽ ഉള്ള വാഹനങ്ങളൊക്കെ മാറ്റി പുതിയ പുതിയ വാഹനങ്ങൾ മേടിക്കാനുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരും. അതേപോലെ തന്നെ വിവാഹം നടക്കാതിരിക്കുന്ന രേവതി നക്ഷത്രക്കാർക്ക് 2026 ചിങ്ങമാസം തൊട്ട് വിവാഹാലോചനകൾ 4 ദിക്കിൽ വരും. മുടങ്ങിയവർക്കൊക്കെ നേരത്തെ കണ്ട് ഇഷ്ടപ്പെട്ട ആലോചനകളൊക്കെ തിരികെ വരാനുള്ള ഒരു വലിയൊരു ഭാഗ്യം കൂടെയാണ് 2026. നമ്മുടെ ജോലിയിലെ പ്രവൃത്തി കണ്ട് നമുക്ക് എന്താ പറയുക, സർക്കാർ തലത്തിലുള്ളവർക്കാണെങ്കിലും പുതിയ പുതിയ ജോലിയുടെ ഓഫറുകൾ, സാലറി കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാകും 2026. അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ത്വക്പരമായ രോഗങ്ങൾ ഇവരെ ഇടയ്ക്ക്, അതായത് ജലദോഷം, ഒരു അസുഖം മാറുമ്പോൾ ഒരു അസുഖം വരിക. ഇപ്പോൾ ജലദോഷം മാറുമ്പോൾ പെട്ടെന്ന് അത് പനിയായി, ചുമയായി,
പിന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന ചെറിയ ചെറിയ രോഗങ്ങൾ, ശരീരത്തിൽ ഇപ്പോഴും ക്ഷീണം, ഉറക്കക്കുറവ്, മാനസിക പിരിമുറുക്കം, അതേപോലെ തന്നെ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും കൂട്ടുകാരിൽ നിന്നും, ബന്ധുക്കാരിൽ നിന്നും, വീട്ടുകാരിൽ നിന്നും, അതേപോലെ തന്നെ വീടിൻ്റെ അടുത്ത് പരിസരവാസികളിൽ നിന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ കിട്ടില്ല. മറ്റുള്ളവർ നമ്മളോട് ദേഷ്യത്തിൽ നോക്കുക, അതായത് നമ്മൾ എവിടെ ചെന്നാൽ അവഗണിക്കപ്പെടുക, അങ്ങനെ ചെറിയ ചെറിയ മാനസിക വിഷമങ്ങൾ 2026 രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ തന്നെ പൈൽസ് സംബന്ധമായ അസുഖങ്ങൾ, അതായത് മൂലക്കുരു എന്നൊക്കെ പറയും, അതേപോലെ തന്നെ ഈ ഗ്യാസ് കയറുക, അതുപോലെ തന്നെ ദഹനക്കുറവ്, അങ്ങനെയുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ രേവതി നക്ഷത്രക്കാർക്കുണ്ടെങ്കിൽ ഉടൻ തന്നെ അമ്പലത്തിൽ പോലെ ചെയ്യേണ്ട, ഉടൻ തന്നെ അടുത്തുള്ള ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചതിന് ശേഷം മാത്രം, മരുന്നും മന്ത്രവും കൂടെ ആണല്ലോ പറയുന്നത്, മരുന്ന് കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ശിവക്ഷേത്രത്തിൽ പോയി അസുഖങ്ങൾ മാറാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്ത് ജലദാന നടത്തി മൃതസഞ്ജീവിനി മന്ത്രം കൊണ്ട് ചരട് ജപിച്ച് വലത് കൈ കിട്ടുക, കറുത്ത ചരടിൽ. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് രോഗദുരിതങ്ങളെല്ലാം മാറി കഴിക്കുന്ന മരുന്നിൻ്റെ ശക്തിയും കൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് 2026 അസുഖങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ്. 50 വയസ്സിന് മേപ്പോട്ടുള്ള രേവതി നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ പോയി അഹോര മന്ത്രം ജപിച്ച ചരട് വലത് കൈ കിട്ടുക. എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങൾക്കൊക്കെ മരുന്ന് കഴിക്കുന്ന രേവതി നക്ഷത്രക്കാരൊക്കെ ആണെങ്കിൽ ഈ ചരട് കിട്ടുന്നതുകൊണ്ട് അസുഖം മാറുകയും ഒപ്പം തന്നെ മരുന്നിൻ്റെ ശക്തി കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ 2026 വിദ്യാർത്ഥികളായിട്ടുള്ള രേവതി നക്ഷത്രങ്ങൾക്ക് വളരെ അധികം ഗുണമുള്ളൊരു വർഷമാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരും. അതേപോലെ തന്നെ തലവേദനകൾ, ബുക്ക് എടുക്കുമ്പം തലവേദന വരിക, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ ഉഴപ്പിയവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷമാണ് 2026. ഇതിപ്പോൾ നമ്മൾ പഠിക്കാതെ പരീക്ഷ എഴുതിയ ആരാണെങ്കിലും പേന പൂജിച്ചിട്ട് ഒന്നും ജയിക്കത്തില്ല. നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ കർമ്മവും കൂടെ ചെയ്യുമ്പോൾ, പേനയും കൂടെ പൂജിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഫലം കിട്ടും. അതുപോലെ ഇല്ലാത്ത കാര്യങ്ങൾ രേവതി നക്ഷത്രക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. ഇപ്പം ഞാനെന്നല്ല, ആര് എന്ത് യൂട്യൂബ് വീഡിയോ രേവതി നക്ഷത്രക്കാരെ കുറിച്ച് ചെയ്താലും നമ്മളൊരു 10 മിനിറ്റ് ചിന്തിക്കണം. ഇവർ പറയുന്ന എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ടെന്ന് നമ്മളും കൂടെ ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നത് നല്ലതാണ്. അന്ധമായ രീതിയിൽ വഴിപാടുകളും പൂജകളൊന്നും ചെയ്യാതിരിക്കുക. 30,000, 40,000, 50,000, 1,00,000 രൂപ വരെയുള്ള പൂജകളൊന്നും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നല്ല രീതിയിലുള്ള വഴിപാട് ക്ഷേത്രത്തിൽ പോയൊക്കെ ചെയ്യുക. അപ്പോൾ രേവതി നക്ഷത്രക്കാർക്ക്, അതായത് അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബ സ്വത്തുകളൊക്കെ കിട്ടുന്ന ഒരു വർഷം കൂടെ ആയിരിക്കും 2026. അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബദേവതകളെ പ്രീതിപ്പെടുത്തേണ്ട വളരെയധികം അത്യാവശ്യമാണ്. വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ നമ്മൾ എണ്ണ കൊണ്ട കൊടുക്കുക. നമ്മുടെ കുടുംബത്തിരിക്കുന്ന ദേശദേവത, അതായത് ദേശത്തുള്ള ഒരു ദേവത, ദേശദേവതയുടെ അനുഗ്രഹം രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകണം. അതേപോലെ തന്നെ 2026 പല പല പുതിയ രീതിയിലുള്ള സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ നമ്മളൊരു ബന്ധം സ്ഥാപിച്ച് വരും. അതായത് അപ്രത്യക്ഷമായ നല്ല സുഹൃത്തുക്കൾ വഴി നമുക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും. വിദേശത്ത് നിൽക്കുന്നവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാനൊക്കെ ഉള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ട് നമുക്ക് 2026 ഏത് ബിസിനസ് രേവതി നക്ഷത്രക്കാർ തുടങ്ങിയാൽ അവർക്ക് സാമ്പത്തികപരമായ നല്ല ഒരു മാറ്റം ഉണ്ടാകും. അതായത് 2026 സാമ്പത്തികപരമായ നഷ്ടങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ശത്രുദോഷങ്ങൾ ഇടയ്ക്ക് ശല്യം ചെയ്യും. അതായത് നമ്മുടെ ഉയർച്ച കണ്ട് ബന്ധുക്കാരും വീടിൻ്റെ അടുത്തുള്ള പരിസരവാസികൾ, കൂട്ടുകാർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രാക്കുകൾ നമുക്ക് അടിക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് ഒരു രേവതി നക്ഷത്രക്കാർ ഒരു ഹോട്ടൽ തുടങ്ങി, ആ ഹോട്ടൽ നല്ല വിജയത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സാമ്പത്തിക ലാഭം വരുന്നതനുസരിച്ച് അവരുടെ വീട്ടിൽ കാർ മേടിക്കുന്നു, വീട് പണി നടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളുമ്പോഴത്തേക്ക് നാട്ടുകാരുടെ പ്രാക്ക്, അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ പ്രാക്ക്, അതുപോലെ തന്നെ ബന്ധുക്കാർ പോയോ അവൻ പെട്ടെന്നാണ് വീഴുന്നത്. അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ശത്രുദോഷങ്ങളൊക്കെ അത് ഏൽക്കാതിരിക്കാൻ വേണ്ടി രേവതി നക്ഷത്രക്കാർ 2027 വരെ ഒരു വർഷക്കാലം രേവതി നക്ഷത്രത്തിൻ്റെ അന്ന് ദേവീ ക്ഷേത്രത്തിൽ പോയി ഭഗവതി സേവ, ഗണപതി ഹോമം നടത്തുക. ഈ ഭഗവതി സേവയ്ക്ക് ഇരുന്ന് പങ്കെടുത്ത് ആ ഒരു പ്രസാദം നമ്മുടെ സ്ഥാപനത്തിലോ നമ്മുടെ വീട്ടിലോ വെക്കുക. അങ്ങനെ ചെയ്യുമ്പം രേവതി നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും 2026 ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന വഴിപാടുകളൊക്കെ ജോലിക്ക് പോകുന്ന രേവതി നക്ഷത്രക്കാർ നക്ഷത്രത്തിൻ്റെ അന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ച ദിവസം പോയി ചെയ്താൽ മതി. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മുടെ പൈസ ഇല്ലാതൊന്നും പറ്റില്ല. അപ്പോൾ നമ്മുടെ ജോലി കളഞ്ഞ് വഴിപാടുകളും കാര്യങ്ങളും ചെയ്യേണ്ട. നമുക്ക് സൗകര്യമുള്ളപ്പോൾ ഒരു ദിവസം, ജോലിക്ക് എന്നാണ് അവധി കിട്ടുന്ന ആ ഒരു ദിവസം നമ്മൾ വഴിപാടൊക്കെ ചെയ്താൽ മതി. ഇന്ന ദിവസം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ബാക്കി സമയം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച, പക്കപ്പെരുന്നാളിലൊക്കെ രേവതി നക്ഷത്രക്കാർക്ക് വഴിപാട് ചെയ്യാം. അതേപോലെ തന്നെ പണമിടപാടുകൾ നടത്തുമ്പം രേവതി നക്ഷത്രക്കാർ വളരെ അധികം ശ്രദ്ധിക്കണം. നമ്മുടെ കഴുത്തിലുള്ള ഗോൾഡ്, അതേപോലെ തന്നെ നമ്മുടെ പൈസകൾ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പണയം വെക്കാനൊക്കെ കൊടുക്കുമ്പം.
നല്ല നല്ല സുഹൃത്തുക്കൾ പിണങ്ങാനിടയുള്ള ഒരു വർഷവും കൊണ്ട് സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. പണസംബന്ധമായ കാര്യങ്ങൾ നമ്മൾ ഇടപെടരുത്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കും. കൂട്ടുകാർക്ക് കൂടി വന്ന ഒരു 2000 രൂപ കൂടുതലും കടം കൊടുക്കരുത്. കാരണം അവർ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ കൂട്ടുകാർ പിണങ്ങുക. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി രേവതി നക്ഷത്രക്കാർ 2026 നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളോ നിങ്ങളുടെ പൈസകളോ കാര്യങ്ങളോ കൊടുക്കാതിരിക്കുക. ബന്ധുക്കാർക്കോ കൂട്ടുകാർക്കോ നാട്ടുകാർക്കോ പരിസരവാസികൾക്കോ ജാമ്യം നിൽക്കാതിരിക്കുക. ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എന്തായാലും രേവതി നക്ഷത്രക്കാർ പ്രീതിപ്പെടുത്തേണ്ട ദൈവം എന്ന് പറഞ്ഞാൽ ശുക്രനെയാണ്. അതായത് വെള്ളിയാഴ്ച ദിവസം നവഗ്രഹം ഇരിക്കുന്നിടത്ത് പോയത് ശുക്രന് മുല്ലപ്പ് കൊണ്ട് അർച്ചന ചെയ്യുവാണെങ്കിൽ ജാതകത്തിലെ ഭാഗ്യങ്ങൾ തെളിയും. അതുപോലെ തന്നെ സാമ്പത്തിക ലാഭം ഉണ്ടാകും. എന്തുകൊണ്ടും 2026 സാമ്പത്തിക ലാഭമായിട്ട് രേവതി നക്ഷത്രത്തിൽ മുന്നോട്ട് പോകുക. എല്ലാ നക്ഷത്രക്കാരെ പോലെ ഭാഗ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. വാട്സപ്പ് മുഖാന്തരം ഇല്ലെങ്കിൽ ഫോൺ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും ഷെയറും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്.